ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് മാളവിക. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സൈക്കിൾ സിംഗിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് കുറച്ചായിട്ട് ഫേമസ് ആണ്. എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നേ ഫേമസ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം പക്ഷെ നമ്മൾ എവിടെ നോക്കിയാലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് കാണാൻ പറ്റും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ എൻറ്റയർ ഒരു മന്തിനെ നമുക്ക് 4 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിൻലി സംസാരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെയിനായിട്ടൊരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഡോക്ടറൊന്നും അല്ല ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ. പക്ഷേ എനിക്ക് മനസ്സിലായതും ഞാൻ റിസർച്ച് ചെയ്തതിനെ പറ്റിയും നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ പീരീഡ്സ് ആകുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ, അങ്ങനെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ കുറേ വീഡിയോസ് റെഫർ ചെയ്തിരുന്നു, അതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മെൻസുറേഷൻ ഫേസ് ആണ്. അതെന്ന് പറയുന്നത് മോസ്റ്റ്ലി എല്ലാവർക്കും ഡേ 1 ടു ഡേ 5 ആയിരിക്കും, അല്ലെങ്കിൽ ഡേ 1 ടു ഡേ 4. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് 4 ഡേയ്സ് ആണ് വരുന്നത്. പിന്നെ എനിക്ക് 28 ഡേയ്സ് 30 ഡേയ്സിൻ്റെ സൈക്കിളാണ് വരുന്നത്. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് കൺവീനിയൻ്റ്ലി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മെൻസുറേഷൻ ഫേസ് ആണ്. ഈ ഫേസിൽ നമുക്ക് നമ്മൾക്ക് ഭയങ്കര ടയേർഡ് ആയിരിക്കും, നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര മൂഡി ആയിരിക്കും, ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും, നമുക്ക് ഭയങ്കര വേനെടുത്ത് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള ഫേസ് ആണ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നല്ല റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഹോട്ട് ഷവർ എടുക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വെച്ചാൽ, നല്ല പെയിനുള്ള സമയമായതുകൊണ്ട് ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കും. തല കഴുകില്ല, മേല് മാത്രം കഴുകും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു ഫുഡൊക്കെ കഴിക്കുക, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക. അതേപോലെ തന്നെ നല്ല കുറച്ച് സൂപ്പൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഹോട്ടായിട്ടുള്ള നല്ല ചൂട് സൂപ്പ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു റിലീഫ് കിട്ടും. പിന്നെ ഹോട്ട് മറ്റേ ബാഗിലെ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടും. ഇങ്ങനത്തെ സമയത്ത് നമുക്ക് ഒരുപാട് അങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പറ്റുവാണെങ്കിൽ ഒരു 3 to 5K സ്റ്റെപ്സ്, ഒട്ടും പറ്റില്ലെങ്കിൽ ഒരു 2K സ്റ്റെപ്സ് ഒക്കെ നടക്കുക, ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. യോഗ പറ്റുമെങ്കിൽ ചെയ്യുക, അത് ഈ സ്ട്രെച്ചിങ്ങിൻ്റെ ഒക്കെ യോഗ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഈ സമയം നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലോട്ടിങ്ങും ക്രാംസും എല്ലാം വരുന്ന സമയമാണ്. അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കാനാണ് കൂടുതൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫേസിലേക്ക് വരാം. ആ ഫേസാണ് ഫോളിക്കുലർ ഫേസ്, സെക്കൻഡ് ഫേസ്. അപ്പോൾ ഫോളിക്കുലർ ഫേസിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഡേ 6 ടു ഡേ 13 ഒക്കെയാണ് ഈ ഫോളിക്കുലർ ഫേസ് മെയിൻലി വരാം. അത് ഓരോരുത്തർക്കും വേരി ചെയ്യും. ഇപ്പം നമുക്ക് ഒരുപാട് ആപ്പ് ഉണ്ടല്ലോ. ഇപ്പം ഐഫോണിലാണെങ്കിൽ നമുക്ക് മറ്റേ ഹെൽത്ത് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാനാണെങ്കിലും ഒരുപാട് ആപ്പ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസ്ട്രജൻ ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എനർജി ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സമയമാണ് ഈ സെക്കൻഡ് ഫേസ്. അപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ 2 വീക്കിൽ നമുക്ക് എന്തൊക്കെയും ചെയ്യണം എന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ പുതിയ പുതിയ റിച്വൽസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം. പിന്നെ എന്തെങ്കിലും ഗോളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഗോളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ ഹെവി വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാം, നല്ല കാർഡിയോ ഒക്കെ ചെയ്യാം നമുക്ക് ഈ സമയത്ത്. അതേപോലെ തന്നെ ഈ ഫോളിക്കുലർ ഫേസിലും അതുപോലെ തന്നെ നെക്സ്റ്റ് ഫേസിലും നമുക്ക് മാക്സിമം 10K സ്റ്റെപ്സ് നടക്കാൻ നോക്കുക. കാരണം എപ്പോഴും നമ്മളുടെ ബോഡിയിൽ മൂവ്മെൻറ്റ് വേണം. അത് ഏറ്റവും നല്ലത് 10K സ്റ്റെപ്സ് നടക്കുന്നതാണ്. അപ്പോൾ 10K സ്റ്റെപ്സ് നടക്കാൻ എന്തായാലും നോക്കുക ഈ ഫേസിൽ. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് കോൾഡ് ഷവർ എടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് ഒട്ടും കോൾഡ് ഷവർ ഭയങ്കര ഫുൾ കോൾഡ് ഷവർ എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ ഞാൻ മിക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അതായത് കുറച്ച് ഹോട്ട് കുറച്ച് കോൾഡ് അങ്ങനെ മിക്സ് ആക്കും ഞാൻ. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഭയങ്കര ഹൈ പ്രോട്ടീൻ, കാരണം നമ്മൾ ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നമ്മൾ 10K സ്റ്റെപ്സ് നടക്കുക അത് നോർമലാണ്. പക്ഷേ ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ഹൈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അറിയാലോ, എഗ്ഗ്, അതേപോലെ തന്നെ പനീർ, ചിക്കൻ, ടോഫു അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക. അതുപോലെ കാപ്സ് കഴിക്കുക. അതാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ തേർഡ് ഫേസ് എന്ന് പറയുമ്പോൾ അതാണ് ഓവുലേഷൻ ഫേസ്. ഓവുലേഷൻ ഫേസിൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും. അപ്പോൾ ഈ ഫേസ് എന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാണ്. അതായത് ഡേ 14 ടു ഡേ 16 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോയിങ് ആയിരിക്കും, നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സമയമാണത്. ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനത്തെ സമയത്തൊക്കെയാണ് നമ്മൾ ഇവിടെ നമുക്ക് എനർജി നല്ല പീക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുക, 10K സ്റ്റെപ്സ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹൈ പ്രോട്ടീനുള്ള ഫുഡൊക്കെ കഴിക്കുക. പിന്നെ ഈ ഫേസിൽ നമുക്ക് നമ്മളുടെ ഗോളൊക്കെ നമുക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ നോക്കുക. എന്തൊക്കെ ഗോളാണ് നമുക്ക് ആ മന്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത്, പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക. എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ അത് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് വരുന്ന ഫേസാണ് ലാസ്റ്റ് ഫേസ്, അതാണ് ലൂട്ടൽ ഫേസ്. അതെന്ന് പറയുമ്പോൾ ഡേ 17 ടു ഡേ ഒരു 28 എപ്പോഴാണ് നമുക്ക് പീരീഡ്സ് ആവുന്നത് അതിന് മുന്നേ വരെയുള്ള ഡേയ്സ് ആണ്. അത് കുറച്ച് ദിവസം ഉണ്ടാവും. ആ ദിവസം നമുക്ക് പിന്നെയും ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് ആ സമയത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ, പ്രൊജസ്ട്രോൺ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും. പിന്നെ അതുപോലെ ഒരുപാട് ക്രേവിങ്സ് വരും. പക്ഷേ ആ സമയത്ത് നമ്മൾ മാക്സിമം 10K സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ഒന്നും ചെയ്യണ്ട. അതിന് പകരം ഇങ്ങനെ നോർമൽ യോഗ അല്ലെങ്കിൽ ചെറിയ വർക്കൗട്ട് അങ്ങനത്തെ എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്യുക. ബോഡി എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കുക.
അതേപോലെ തന്നെ കാർബ്സ് ആയിട്ടുള്ള കൂടുതലും കോംപ്ലക്സ് കാർബ്സ് ഉള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. ലൈക്ക് ഓട്സ്, സ്വീറ്റ് പൊട്ടാറ്റോസ് അങ്ങനത്തെ ഫുഡ് കഴിക്കാം. പിന്നെ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സെൽഫ് കെയർ ഒക്കെ ചെയ്യാം നല്ലോണം. ഇങ്ങനെ നമ്മളെ തന്നെ നോക്കുക, സെൽഫ് കെയർ ചെയ്യുക, ജേർണൽ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അത് മൊത്തം ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പീരീഡ്സിൽ 4 സൈക്കിൾ വരുന്നത്. അപ്പോൾ ഈ സൈക്കിളിനനുസരിച്ച് നമ്മളുടെ ബോഡിക്ക് ഓരോ റെസ്റ്റും അതേപോലെ തന്നെ ആക്ടിവിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നന്നായിട്ട് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേസമയം നമുക്കിപ്പോൾ ഈ പീരീഡ്സ് ആയിട്ട് ഇരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ട് നമ്മളിങ്ങനെ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചാൽ നമുക്ക് അത് ഭയങ്കര കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മളുടെ ബോഡി സർവൈവൽ മോഡിലേക്ക് പോകും. അപ്പം നമുക്കിപ്പോൾ ഒരാൾക്ക് വെയിറ്റ് ലോസ് ആണ് നോക്കുന്നതെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ ബോഡിനെ വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കിട്ടാൻ പ്രൊഡക്ടിവിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പം നമ്മളുടെ 4 ഫേസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട്സ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ 4 ഫേസിനെ പറ്റി പറഞ്ഞത്. അറിയാത്ത ആൾക്കാർക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ഒരാൾ എപ്പോഴും ഇങ്ങനെ കമന്റ് ചെയ്യാറുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് പറയുമെന്ന്. അപ്പം ഞാൻ എന്തായാലും അതിനെപ്പറ്റി കൂടി പറയാം. എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. കാരണം വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ വീട്ടിൽ ഇപ്പം എനിക്ക് ചേച്ചിയാണുള്ളത്. അപ്പം പിന്നെ എൻ്റെ വീട്ടിൽ അമ്മൂമ്മ, അമ്മ അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കും ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പീരീഡ്സ് ആവുന്നതൊക്കെ. എനിക്കങ്ങനെ ഭയങ്കര സംഭവമായിട്ടുള്ളൊരു സംഭവമല്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സ്കൂളിൽ നമുക്ക് ഇങ്ങനെ എഡ്യൂക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഗേൾസിനെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകും, ബോയ്സിനെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകും. ഈ 6th 7th 8th ഒക്കെ ആകുമ്പോഴത്തേക്കും എന്നിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുതരും. ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ ഉണ്ട്, പാഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. പിന്നെ ഞാൻ പീരീഡ്സ് ആവുന്നത് എനിക്കിത് 8th കഴിഞ്ഞ് 9th ആവാറായപ്പോഴാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ലക്കിയാന്ന് തോന്നും. കാരണം ഒരു 6th 7th കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ തൊട്ട് പീരീഡ്സിൻ്റെ മറ്റേ ഈ വേദനയൊക്കെ സഹിക്കേണ്ടി വരും എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അതൊക്കെ അന്നാവാൻ നന്നായി എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ പീരീഡ്സ് ആവുന്നത് ഒരു 8th കഴിഞ്ഞ് 9th ആവാവുന്ന ആ ഒരു ടൈമിലായിരുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഇങ്ങനെ വീട്ടിലെ അമ്മയാണ് പറഞ്ഞത്, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ 4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു പരിപാടി ഉണ്ടാവുമല്ലോ, ലൈക്ക് റിലേറ്റീവ്സ് ഒക്കെ വരും. എൻ്റെ ചേച്ചീൻ്റെ ആ ഫംഗ്ഷൻ പ്യൂബർട്ടി ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ചേച്ചീൻ്റെ ഭയങ്കര വലുതായിട്ടാണ് നടത്തിയത്. കാരണം ചേച്ചി മൂത്ത മോളാണല്ലോ. പക്ഷേ ഇളയ മോളുടെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഏഹ്, നമുക്ക് അത്രയും പിന്നെ അത് സെയിം പരിപാടി അങ്ങനെ വെക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ അത്ര വലിയ പരിപാടിയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഫാമിലിയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും സൂപ്പർ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് തരും കേട്ടോ. ഇങ്ങനെ കുറേ ഗോൾഡ്, പിന്നെ ഡ്രസ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ തരും. പിന്നെ ആ ദിവസം ഇങ്ങനെ അമ്മായിമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ കുളിപ്പിക്കും, തലയിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് തരും. ഞാൻ ആ ഫോട്ടോ എന്തായാലും ഇവിടെ ആഡ് ചെയ്യാം. അത് ഭയങ്കര കോമഡി ഫോട്ടോയാണ്. ഞാൻ ഇവിടെ എന്തായാലും ആഡ് ചെയ്തേക്കാം ആ ഫോട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ആ പരിപാടി എനിക്ക് തോന്നുന്നു എല്ലാവരും നടത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലൈക്ക് ആ ഒരു വുമൺഹുഡിനെ എൻജോയ് ചെയ്യുന്നൊരു പ്രോസസ്സാണല്ലോ. അത് ചെറുപ്പം തൊട്ട് നമ്മളതിങ്ങനെ എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ ഇങ്ങനെ പിള്ളേർക്ക് അത് ഓക്കെ ആണെന്ന് പറഞ്ഞു കൊടുത്താൽ മേ ബി അവർക്കത് നല്ലൊരു ആ ഒരു ഫീലായിരിക്കും. അങ്ങനെ ഷെയിം ആവേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഓ എനിക്ക് പീരിയഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരത്തില്ല. പിന്നെ നല്ല പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പീരിയഡ്സ് ആക്ച്വലി ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കാരണം എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല പെയിൻ വരുമായിരുന്നു പീരീഡ്സിന്. പിന്നെ എനിക്ക് പീരീഡ്സ് ഒട്ടും റെഗുലർ അല്ലായിരുന്നു. ഒരു 12th വരെ എനിക്ക് ഒട്ടും റെഗുലർ അല്ലായിരുന്നു. കാരണം എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരുമായിരുന്നു. നല്ല പെയിനായിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഈ 11th കെമിസ്ട്രി ലാബിൻ്റെ അവിടെ പോയിട്ട് എനിക്ക് പീരീഡ്സ് ആയിട്ട് നിൽക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ അവിടെ താഴെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് ഒട്ടും വരാഞ്ഞിട്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഇങ്ങനെ പീരീഡ്സ് ആവുന്ന ദിവസം. ഭയങ്കര മൂടിയായിരിക്കും. അതേപോലെ തന്നെ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത് എന്താണ് അതിൽ ചെയ്യുക, എങ്ങനെയാണ് പെയിൻ കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നത്. പിന്നെ എനിക്ക് 11th കഴിഞ്ഞിട്ട് 12th ആവുന്ന സമയത്ത് എനിക്ക് പീരീഡ്സ് ഭയങ്കര ഇറഗുലർ ആയിരുന്നു. 11th ഒരു ഞാൻ 11th പഠിക്കുമ്പോൾ ഡിസംബർ തൊട്ട് എനിക്ക് പീരീഡ്സ് ആയിട്ട് പിന്നെ എനിക്ക് ഒരു ഏപ്രിൽ ആയപ്പോഴാണ് പീരീഡ്സ് നിന്നത്. അതായത് അത്ര നാൾ എനിക്ക് പീരീഡ്സ് ആയിരുന്നു. പക്ഷെ എനിക്കങ്ങനെ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പീരീഡ്സ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ എവിടെയും പോകാനൊന്നും പറ്റില്ലായിരുന്നു. ഭയങ്കര ഹെവി ഫ്ലോ ആയിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ഇംഗ്ലീഷ് മരുന്ന്, ഹോമിയോ മരുന്നൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് മെഡിസിൻ കാണിച്ചപ്പോൾ അവർ മറ്റേ ബയോപ്സി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ ആകെപ്പാടെ ടെൻഷനായി. അമ്മയ്ക്ക് പിന്നെ ഒരു ഇതില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അത് ശരിയാക്കിയാൽ മതി. അമ്മ ഫുൾ നേർച്ചയൊക്കെ തുടങ്ങി. ലൈക്ക് അങ്ങനെയാണല്ലോ. ഇങ്ങനെ ടെൻഷൻ ആവുമല്ലോ. കാരണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ. അപ്പം പിന്നെ ഞങ്ങൾ എറണാകുളത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഡോക്ടറുടെ അടുത്ത് പോയി ഇങ്ങനെ സംസാരിച്ച്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ വിറ്റായിരുന്നു. ഞാൻ അമ്മൂമ്മയുടെ ഒപ്പം പോയത്. അപ്പോൾ അമ്മൂമ്മയുടെ അടുത്ത് കുറച്ച് നേരം പുറത്ത് പോയി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ ചോദിച്ചു എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ട് 12th പഠിക്കുന്ന എനിക്ക് സ്ട്രെസ് എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് അങ്ങനത്തെ പിന്നെ ബോയ് ഫ്രണ്ട് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു.
ഡോക്ടർ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കുറേ മരുന്ന് തന്നു. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ആ മരുന്ന് കഴിച്ചു. ഇങ്ങനെ ചായയും കോഫി അതൊക്കെ ഞാൻ ഒഴിവാക്കി. അതിന് പകരം പാലിലിട്ട് ഇങ്ങനെ ഈ ഉണക്കമുന്തിരി, ഒരു മരത്തിൻ്റെ കഷ്ണം പോലത്തെ ഒരു സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കാനൊക്കെ കുറേ സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പീരീഡ്സ് ശരിയായി നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റെഗുലറായിട്ട് എനിക്ക് പീരീഡ്സ് ആയി. പിന്നെ തൊട്ട് എനിക്ക് അങ്ങനെ പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ആയി അത് കഴിഞ്ഞിട്ട്. ഇപ്പം എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 വർഷത്തേക്ക് എനിക്ക് ഒട്ടും പെയിൻ ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിരുന്നു. ആ മരുന്നിൻ്റെ എഫക്റ്റ് പറഞ്ഞാൽ നല്ല, എനിക്ക് ഒട്ടും പീരീഡ്സ് ആവുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല ഇയേഴ്സ് അല്ല, ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ടാവും ഇപ്പം. 10 എനിക്ക് കറക്റ്റ് അറിയില്ല. അതിന് 12th ഇപ്പം ഇല്ല. അപ്പോൾ എന്താ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം എനിക്ക് ഫസ്റ്റ് 2 ഡേയ്സ് കുറച്ച് പെയിൻ വരും. പക്ഷേ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയാണെങ്കിലും സഹിക്കാൻ പറ്റാത്ത വേദനയൊന്നുമില്ല. ചില സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ വൊമിറ്റ് ചെയ്യുകയും ചെയ്യും, വേദന സഹിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഒന്നും കഴിക്കില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ല സുഖമാണ്. ഫസ്റ്റ് 2 ദിവസം മാത്രമാണ് കുറച്ച് പെയിൻ ഉണ്ടാവുക. സെക്കൻഡ് ഡേ പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ കോളേജിൽ പോകാറില്ല. ഞാൻ ലീവ് എടുക്കും. കാരണം നമുക്ക് എപ്പോഴും അങ്ങനെ മെഡിക്കൽ ലീവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും അത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ റെസ്റ്റ് എടുക്കും. കംപ്ലീറ്റ്ലി ഞാൻ വീട്ടിൽ കിടക്കും. അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഉച്ചയാകുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആവും. അപ്പോൾ ഇതാണ് എൻ്റെ പീരീഡ്സ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാനുള്ളെങ്കിൽ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പീരീഡ് എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണോ? അതെന്താണെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യ്. പിന്നെ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യും. അപ്പം അത്ര തന്നെ ഉള്ളൂ. എനിക്ക് മനസ്സിലാവില്ല ആരൊക്കെ എൻ്റെ വീഡിയോ കണ്ടെന്ന്. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.